Dear students, welcome. Kerala University BCom കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും ബികോം വിദ്യാർത്ഥികൾക്കും ഒന്നാം സെമസ്റ്ററിൽ പഠിക്കേണ്ട കോമൺ സബ്ജക്റ്റ് ആണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷന്റെ പാർട്ട് 1 ആണ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റി ബികോം വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ കോമൺ പേപ്പറാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. നമുക്ക് പൊതുപരീക്ഷയ്ക്ക് 80 മാർക്സിന്റെ റിട്ടേൺ എക്സാം പ്ലസ് 20 മാർക്സിന്റെ ഇന്റേണൽ അസസ്മെന്റ്, അങ്ങനെ 100 മാർക്സിന്റെ പൊതുപരീക്ഷയാണ് നമുക്ക് അറ്റൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് അറ്റ്മോസ്ഫിയർ? 1 മാർക്കിന്റെ ചോദ്യം. അറ്റ്മോസ്ഫിയർ ഈസ് ദ ലെയർ ഓഫ് ഗ്യാസസ് വിച്ച് സറൗണ്ട്സ് ദ എർത്ത്. ഭൂമിയെ ചുറ്റപ്പെടുന്ന ഗ്യാസുകളുടെ ഒരു ലെയറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി അറ്റ്മോസ്ഫിയർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 ഫംഗ്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1, അൾട്രാവയലറ്റ് രശ്മികളെ അബ്സോർവ് ചെയ്യുന്നു. 2, എക്സസീവായ ഹീറ്റ് സൂര്യനിൽ നിന്ന് വരുന്നത് അബ്സോർവ് ചെയ്യുന്നു. 3, ഭൂമിയിലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ 3 വ്യത്യസ്തമായ ഫംഗ്ഷൻസ് ആണ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അറ്റ്മോസ്ഫിയർ ഈസ് എ ലെയർ ഓഫ് ഗ്യാസസ് വിച്ച് സറൗണ്ട്സ് ദ എർത്ത്. ഭൂമിയെ ചുറ്റപ്പെടുന്ന ഒരു കൂട്ടം വാതകങ്ങളുടെ ഒരു ലെയറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ പ്രധാനമായിട്ട് 3 വ്യത്യസ്ത ഫംഗ്ഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിൽക്കുന്നത്. അറ്റ്മോസ്ഫിയർ പല ലെയേഴ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, അങ്ങനെ വ്യത്യസ്തമായ ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം വാതകങ്ങളുടെ ഒരു കവറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ടു സസ്റ്റെയിൻ ലൈഫ്. ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി അറ്റ്മോസ്ഫിയർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ഓസോൺ ലെയർ അബ്സോർവ് ചെയ്യുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന കൂടുതലായിട്ട് വരുന്ന എക്സസീവ് ഹീറ്റിനെ അബ്സോർവ് ചെയ്യുന്നു. ഭൂമിയിലെ ടെമ്പറേച്ചർ ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഫംഗ്ഷനാണ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഡിഫൈൻ എൻവയോൺമെന്റ്. 1 മാർക്കിന്റെ ചോദ്യം. The word environment is derived from the French word environ, which means to encircle or surround. Environment എന്ന പദം ഫ്രഞ്ച് വേർഡായ എൻവിയോൺ എന്ന വാക്കിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. എൻവിയോൺ എന്ന് പറഞ്ഞാൽ എൻസർക്കിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ചുറ്റപ്പെടുന്നു, അല്ലെങ്കിൽ സറൗണ്ട് ചെയ്യുന്നു. എൻവിയോൺമെന്റ് ഇസ് ദ സറൗണ്ടിങ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ്. ഒരു ഓർഗാനിസം ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 കമ്പോണൻസ്, ബയോട്ടിക് അല്ലെങ്കിൽ ലിവിംഗ് കമ്പോണന്റ്, 2 എബിയോട്ടിക് കമ്പോണന്റ്. 2 വ്യത്യസ്തമായ കമ്പോണന്റ് ആണ് എൻവയോൺമെന്റ് ഉള്ളത്. 1 ലിവിംഗ് കമ്പോണന്റ്, 2 നോൺ ലിവിംഗ് കമ്പോണന്റ്. ലിവിംഗ് കമ്പോണന്റിനെ നമ്മൾ ബയോട്ടിക് എന്നും നോൺ ലിവിംഗ് കമ്പോണന്റിനെ എബിയോട്ടിക് കമ്പോണന്റ് എന്നും പറയും. ഒരു ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റിനെ ഈ എൻവയോൺമെന്റ് കൂടുതലായി അഫക്ട് ചെയ്യുന്നു. ഇനി 3ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ലിത്തോസ്ഫിയർ? 1 മാർക്കിന്റെ ചോദ്യം. ലിത്തോസ്ഫിയർ ഈസ് ദ റിജിഡ് റോക്കി ലെയർ ഓഫ് എർത്ത്. എർത്തിന്റെ റിജിഡായ റോക്കി ഔട്ടർമോസ്റ്റ് ലെയറിനെയാണ് ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് മാൻഡിൽ. ക്രസ്റ്റും അപ്പർ മോസ്റ്റ് മാൻഡിലിനകത്ത് ഉൾപ്പെടുന്ന ഭൂമിയുടെ റിജിഡായ ലെയർ ആണ് ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഭൂമിയിൽ 3 വ്യത്യസ്തമായ ലെയേഴ്സ് ഉണ്ട്. ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്ന 3 ലെയേഴ്സ് ആണ് ഭൂമിയിലുള്ളത്. അങ്ങനെ ക്രസ്റ്റും അപ്പർ മോസ്റ്റ് മാൻഡിൽ ഉൾപ്പെടുന്ന റോക്കിയായ ഔട്ടർമോസ്റ്റ് ലെയറിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ ഭൂമിയുടെ വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. ഈ 4ാമത്തെ ചോദ്യം, ദ ഓതർ ഓഫ് ദ ബുക്ക് സൈലന്റ് സ്പ്രിംഗ്. 1 മാർക്കിന്റെ ചോദ്യം. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണെന്ന് ചോദ്യം. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പെസ്റ്റിസൈഡ്സിന്റെ അമിതമായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ പോയിന്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്.
സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ ഓഥറാണ് റേച്ചൽ കാർസൺ എന്ന ഒരു ഓഥറാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ പ്രോബ്ലംസ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. ഇനി 5ാം ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ എൻവയോൺമെന്റൽ കെമിസ്ട്രി? 2 മാർക്കിനും 4 മാർക്കിനും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി? സോ എൻവയോൺമെന്റൽ കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് കെമിക്കൽ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ വാട്ടർ, എയർ ആൻഡ് ലിവിംഗ് എൻവയോൺമെന്റ്. ജലത്തില്, വായുവില്, ലിവിംഗ് എൻവയോൺമെന്റ് നടക്കുന്ന വ്യത്യസ്തമായ കെമിക്കൽ പ്രോസസിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെന്റ് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ്. ഇന്റർ ഡിസിപ്ലിനറി ആയ അക്കാഡമിക് ആയ ഫീൽഡാണ്. വ്യത്യസ്തമായ സബ്ജക്ട് കൂടി ചേർന്നാണ് എൻവയോൺമെന്റ് കെമിസ്ട്രി ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ ബയോളജി, ഫിസിക്സ് പോലെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്നു. അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് എൻവയോൺമെന്റ് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത്. പ്രധാനമായും വാട്ടർ, എയർ, ലിവിംഗ് എൻവയോൺമെന്റ് നടക്കുന്ന കെമിക്കൽ പ്രോസസിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് എൻവയോൺമെന്റ് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത്. ഈ 6ാം ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻവയോൺമെന്റ് കെമിസ്ട്രി. എൻവയോൺമെന്റ് സ്റ്റഡീസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എൻവയോൺമെന്റ് സ്റ്റഡീസ് പ്രധാനമായിട്ടും നോളജ് ഇമ്പാക്ട് ചെയ്യുന്നു, യുവാക്കളിൽ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നു, സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ജനങ്ങളിൽ ഒരു പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നു. അങ്ങനെ 4 വ്യത്യസ്തമായ ഫംഗ്ഷനുകളാണ് എൻവയോൺമെന്റ് സ്റ്റഡീസ് മൂലം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എൻവയോൺമെന്റ് സ്റ്റഡീസിന്റെ ഒരു ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പിനെ കൂടുതലായിട്ടും ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യുന്നു, അക്വയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എൻവയോൺമെന്റ് ഇഷ്യൂസിനെ കുറിച്ചുള്ള ഒരു നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. 2, ഇൻഡിവിജ്വൽസ് കൂടുതലായിട്ടും ഒരു എൻവയോൺമെന്റ് കൺസേൺ പോലെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. 3, എൻവയോൺമെന്റ് ഇഷ്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. 4, ഇൻഡിവിജ്വൽസിനെ സോഷ്യൽ ഗ്രൂപ്പിനെയും കൂടുതലായി എൻവയോൺമെന്റൽ ഇഷ്യൂസിനകത്ത് പങ്കെടുക്കാനും അത്തരം പ്രോബ്ലങ്ങളെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നു. അങ്ങനെ 4 വ്യത്യസ്തമായ എയിമാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി 7ാം ചോദ്യം, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. 1 മാർക്കിന്റെ ചോദ്യം. അറ്റ്മോസ്ഫിയർ നേരത്തെ പറഞ്ഞു, ഒരു കൂട്ടം വാതകങ്ങളുടെ ഒരു ലെയർ ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ ഈസ് എ ലെയർ ഓഫ് ഗ്യാസസ് വിച്ച് സറൗണ്ട്സ് ദ എർത്ത്. ഭൂമിയിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈഫ് സസ്റ്റെയിൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസുകളുടെ ഒരു ലെയർ ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ പ്രധാനമായിട്ടും 5 ലേയേഴ്സ് ഉണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അങ്ങനെ 5 ലെയേഴ്സ് കൂടി ഫോം ചെയ്യാണ് അറ്റ്മോസ്ഫിയർ എന്ന സംവിധാനം ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും 3 ഫംഗ്ഷനുകളാണ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അൾട്രാവയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുന്നു. 2, എക്സസീവായ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. എർത്തിലെ ടെമ്പറേച്ചർ ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോ ലെയേഴ്സിനെ നോക്കാം. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെയർ ആണ്. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും 7 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ കാണപ്പെടുന്ന ലെയർ ആണ്. എല്ലാ ക്ലൈമാറ്റിക് ചേഞ്ചസും വെതർ കണ്ടീഷൻ നടക്കുന്ന ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. 2ാമത്തെ ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പോലെയുള്ള ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ അൾട്രാവയലറ്റ് രശ്മികളെ അബ്സോർബ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. 2nd മോസ്റ്റ് ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. 3rd ലെയർ ആണ് മെസോസ്ഫിയർ. മെസോസ്ഫിയർ ഇറ്റ് ഈസ് ഫൗണ്ട് അബോവ് ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിലാണ് അത് കാണപ്പെടുന്നത്. കോൾഡസ്റ്റ് ലെയർ ആണ് മെസോസ്ഫിയർ എന്ന് പറയുന്നത്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നു. മെറ്റിയോസ് ബേൺ ചെയ്യുന്നതും മെസോസ്ഫിയറിലാണ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട ലെയേഴ്സ് ആണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇസ് എ ലെയർ ഓഫ് ഗ്യാസസ് വിച്ച് സറൗണ്ട്സ് ദ എർത്ത്. വ്യത്യസ്തമായ വാതകങ്ങൾ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നു. വ്യത്യസ്തമായ കോമ്പോസിഷൻ ഉള്ള വാതകങ്ങളാണ് കാണപ്പെടുന്നത്. നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ അല്ലെങ്കിൽ ആർഗൺ പോലെയുള്ള വാതകങ്ങൾ ഉൾപ്പെടുന്നു. അറ്റ്മോസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് 5 ഇമ്പോർട്ടന്റ് ലെയേഴ്സ്. ലോവർ മോസ്റ്റ് ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. വെതർ കണ്ടീഷൻ എല്ലാം ഒക്കർ ചെയ്യുന്ന റെയിൻ, വിൻഡ് പോലെയുള്ള വെതർ കണ്ടീഷൻ ഒക്കർ ചെയ്യുന്ന ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് 2nd മോസ്റ്റ് ലെയർ ആണ്. ഓസോൺ കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. മെസോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും കോൾഡസ്റ്റ് ആയ ലെയർ ആണ്.
ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നു. ഈ നാലാമത്തെ ലെയറാണ് തെർമോസ്ഫിയർ. റേഡിയോ വേവ്സിന്റെ ട്രാൻസ്മിഷനെ ഹെൽപ്പ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിന്റെ ലെയറാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഹൈറ്റ്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഈ തെർമോസ്ഫിയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയും അഞ്ചാമത്തെ ലെയറാണ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. കൂടുതലായും ഗ്യാസുകളുടെ അയണൈസേഷൻ സംഭവിക്കുന്നത് എക്സോസ്ഫിയർ എന്ന ലെയറിലാണ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു 10,000 കിലോമീറ്റേഴ്സ്. 10,000 കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിലെ ലെയറാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിലോട്ട് അയണൈസേഷൻ പോലെയുള്ള പ്രക്രിയകൾ നടക്കുന്നത്, അല്ലെങ്കിൽ ആറ്റംസിന്റെ വിഘടനം നടക്കുന്നത്, മോളിക്യൂൾസിന്റെ വിഘടനം നടത്തുന്നത്, മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്, ആറ്റംസ് എസ്കേപ്പ് ചെയ്യുന്നത് ഈ എക്സോസ്ഫിയർ എന്ന ഔട്ടർ മോസ്റ്റ് ലെയറാണ്. അങ്ങനെ 5 വ്യത്യസ്തമായ ലെയേഴ്സ് ഫോം കൂടിയാണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന ലെയർ ഫോം ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവന നിലനിൽപ്പിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ 5 വ്യത്യസ്തമായ ലെയേഴ്സ് എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന 5 വ്യത്യസ്തമായ ലെയേഴ്സ് ആണ് അറ്റ്മോസ്ഫിയർ ഉള്ളത്. നമ്മൾ ഇന്ന് 5 വ്യത്യസ്തമായ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഓരോ ചോദ്യങ്ങളെയും അനുബന്ധ ഉത്തരങ്ങളും അനുബന്ധ എക്സ്പ്ലനേഷനും ഇന്ന് പരിചയപ്പെട്ടു. നമ്മൾ വീണ്ടും പുതിയ ഒരു പ്രീവിയസ് ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയ ടോപ്പിക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.